അങ്ങനെ ഇന്നലത്തോടുകൂടി വിരുന്നും ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് നല്ലപോലെ ചിക്കനും മീനും ഒക്കെ കഴിച്ചങ്ങോട്ട് തീർത്തിട്ട് ഇന്ന് തൊട്ട് എനിക്കും പീലിക്കും ഇവിടെ വ്രതമാണ് കേട്ടോ. എന്തിന്റെ വ്രതമാണെന്ന് വെച്ചാൽ ഇപ്പൊ മുളങ്കട തമ്പത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. ഇന്നവിടെ 7ാം ഉത്സവമാണ്. 7 തൊട്ടേക്ക് 9ാം ഉത്സവം വരെ പീലി അവിടെ വിളക്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10ാം ഉത്സവത്തിന് ഗരുഡൻ തൂക്കം നേർന്നിട്ടുണ്ട്. പീലി വ്രതം നിൽക്കുമ്പോൾ സ്വാഭാവികമായി എനിക്കും കൂടെ വ്രതം നിന്നേ പറ്റും. അപ്പൊ പിന്നെ ഏട്ടനായിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് ഏട്ടനും കൂടെ വ്രതം നിന്നോട്ടെന്നേ. അങ്ങനെ രാവിലെ തന്നെ നേരെ അടുക്കളയ്ക്ക് ഒരു കൈയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തട്ടിക്കൂട്ടി കുറച്ച് ചപ്പാത്തിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഉച്ചക്കത്തേക്ക് കുറച്ച് വിപുലമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിക്കനും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് മാത്രം തിരക്കി പോകുന്ന ഒരാളാണ് ഈ സോയാബീൻ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എനിക്കൊരു രക്ഷയ്ക്കായിട്ട് ബക്കറ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പുള്ളിക്കാരൻ ഒളിച്ചിരിപ്പുണ്ടാവും എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒഴിക്കാനായിട്ട് പരിപ്പ് കറി വെച്ചതുകൊണ്ട് തന്നെ സോയാബീൻ ഞാൻ കറി വെക്കാൻ നിന്നില്ല. പകരം കുറച്ച് ഫ്രൈ ചെയ്ത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടൊക്കെ സെറ്റ് ആക്കി എടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് രാത്രി ആയപ്പോഴത്തേക്ക് വിളക്കെടുക്കാൻ പോലുള്ള ഒരുക്കങ്ങൾ അങ്ങ് തുടങ്ങി. ഒരുങ്ങുന്നത് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ പീലിയെ കൊണ്ട് ഒരു നിർബന്ധം ഇല്ലായിരുന്നു. പാവാട ഉടുപ്പൊക്കെ ഇട്ട് മൂക്കുത്തി നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് തല നിറയെ പൂവൊക്കെ വെച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് വിളക്കെടുത്തു. അപ്പോൾ ഓക്കെ ബൈ.